ടെർബോ എന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെന്നൈയാണ് കാണിക്കുന്നത്. ഒരു ദീപാവലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ നോക്കിയിട്ട് ഒരു അമ്മയും ഒരു കുട്ടിയും കൂടി ആ വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി പറയുന്നുണ്ട് എപ്പോഴാണ് അച്ഛൻ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഉടനെ തന്നെ വരും എന്നും പറയുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ കോണിയും ബില്ലടിക്കുന്നുണ്ട്. ആരാണെന്ന് പോയി നോക്കുമ്പോൾ വിൻസെൻ്റ് എന്നാണ് പറയുന്നത്. ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് വരികയാണ്, ദീപാവലി ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് വന്നാണ്. വിഘ്നേഷ് എവിടെയാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭാര്യയാണെങ്കിൽ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഹസ്ബൻഡായ വിഘ്നേഷിനെ വിളിക്കുമ്പോൾ എന്നെ കാണാൻ ആരും വരുമൊന്നുമില്ല, അഡ്രസ്സ് മാറി വന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവള് പോയി ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ മിരട്ടിയിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ വിഘ്നേഷ് ഓട്ടോയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരികയായിരിക്കും. പെട്ടെന്ന് അവൻ്റെ നെഞ്ചത്തേക്ക് ആരോ കുത്തു കൊടുക്കുന്നുണ്ട്. അവൻ അവിടെ തന്നെ മയങ്ങി വീഴുന്നു. പിന്നെ ഈ വീട്ടിലാണെങ്കിൽ ഈ ഭാര്യനെ ഈ വന്ന വിൻസെൻ്റ് അവൻ്റെ ആൾക്കാരും കൂടി കെട്ടിത്തൂക്കുകയാണ്. അതേപോലെ കുട്ടിനെയും അവർ കൊന്നു കളയുന്നു. ഇവിടെ വെച്ചാൽ നമ്മുടെ സിനിമയുടെ മാസ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതി കാട്ടുന്നത് ടെർബോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് ഇടുക്കിയാണ്. നമ്മുടെ പള്ളിയിൽ അച്ഛൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരാൾ വന്നിട്ട് പറയും, ഈ പള്ളി പെരുന്നാളെങ്കിലും നമുക്ക് ആ ജോസിനെ ഇവിടെ നിന്ന് കടത്തണം. കഴിഞ്ഞ കൊല്ലം എനിക്ക് നല്ല നഷ്ടമുണ്ടായി, അവൻ എന്നും വന്ന് പള്ളി പെരുന്നാളിന് തല്ലുണ്ടാക്കും. ഇക്കൊല്ലം അത് നടക്കാൻ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൺവിൻസ് ചെയ്യുകയാണ്. അപ്പോൾ അച്ഛനും ഒക്കെ ഒരു വഴിയുണ്ട്, നമ്മുടെ ജോസിൻ്റെ അമ്മച്ചിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവൾ എന്തെങ്കിലും ചെയ്തോളും എന്ന് പറയും. അപ്പോൾ ഇയാളും ഒരു കൂട്ടുകാരനും കൂടി ജോസിൻ്റെ അമ്മച്ചിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജോസിൻ്റെ അമ്മച്ചിയോട് പറയും, ഞങ്ങൾ പള്ളിയിൽ അച്ഛനും പറഞ്ഞിട്ട് വന്നാണ്, അപ്പോൾ ജോസിന് ഈ പെരുന്നാളിന് ഇവിടെ കാണാൻ പറ്റില്ല, അവനെ ഈ 3 ദിവസം പുറത്താക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയും പറയും കുഴപ്പമില്ല, ഞാൻ അവന് 3 ദിവസം കൊടൈക്കനാലിൽ ടൂറിൽ അയക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയാണെങ്കിൽ ജോസിനെയും കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ ജോസിൻ്റെ ഇൻട്രോ, ഒരു സിമ്പിൾ ഇൻട്രോയും കാര്യങ്ങളൊക്കെയാണ്. നീ മര്യാദയ്ക്ക് ഈ പെരുന്നാളിൽ കൂട്ടാതെ മര്യാദയ്ക്ക് കൊടൈക്കനാലിൽ വെക്കുക, 3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് കണ്ടിട്ട് നടന്നു പോയിരിക്കും. അപ്പോഴാണ് ഈ ജെറിയും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. ജോസേട്ടെ നിങ്ങൾ എന്താ പെരുന്നാളിനുണ്ടായില്ല, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് പറയും. അപ്പോൾ അമ്മച്ചി പറയും അവൻ പെരുന്നാളിനുണ്ടായില്ല, നമ്മൾ മാത്രം കൂടിയാൽ മതി, അവൻ കൊടൈക്കനാലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയാണെങ്കിൽ അവൻ്റെ വണ്ടി കയറിയിട്ട് പോകണം, നീ മര്യാദയ്ക്ക് ആ ബസ് കയറി വേഗം വെക്കുമോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോസ് ആണെങ്കിൽ ബസ്സും കയറിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഈ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് ഒരു വില്ലനായ സാബു എന്നൊരാൾ വരുന്നുണ്ട്. അവൻ്റെ ഒപ്പം കുറച്ച് അടിയാളുകളുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം പെരുന്നാളിന് നമ്മുടെ ജോസ് ഈ സാബുവിന് തല്ലിയാണ്, അതിന് പകരം തീർക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നാട്ടുകാർ പറയും നമ്മുടെ ജോസ് ഇവിടെ നിന്ന് പോയല്ലോ, ഇനി അവൻ എങ്ങനെ പകരം തീർക്കുന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പള്ളി പെരുന്നാളിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ജോസും കൂട്ടുകാരും നേരെ വന്നിട്ട് നമ്മുടെ ജെറിയും പിള്ളേരുണ്ടല്ലോ, ജെറിയും പിള്ളേരും നല്ല തല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഈ തല്ലിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വണ്ടിൻ്റെ ശബ്ദം കേൾക്കുക, ഒരു ജീപ്പിൻ്റെ. അപ്പോൾ ജെറിയാണെങ്കിൽ നമ്മൾ സാബുവിനോട് പറയാൻ നിനക്കുള്ള പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജീപ്പിൽ നമ്മുടെ ജോസാണ് മാസ് ഇൻട്രോയും കാര്യങ്ങൾ, സെക്കൻഡ് ഇൻട്രോ ആണ്, ഒരു അടിപൊളി ഇൻട്രോയും കാര്യങ്ങളൊക്കെ ജോസിൻ്റെ കാണിക്കുന്നു. വന്ന ജോസ് ആണെങ്കിൽ ജീപ്പും കൊണ്ടൊക്കെ രണ്ടാളിനെ തെറിപ്പിക്കുന്നുണ്ട്. അതേപോലെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സാബുവിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും നല്ല തല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാബുവിൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ജോസിൻ്റെ അമ്മച്ചി, നിന്നോട് ഞാൻ ഈ പള്ളി പെരുന്നാളിൽ വരണ്ടെന്ന് പറഞ്ഞില്ല, നീ എന്തിനാടാ വന്നതെന്ന് പറയുമ്പോൾ ജോസ് ആണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സാബുവിൻ്റെ ഒരാൾ വന്നിട്ട് നമ്മുടെ ജെറിൻ്റെ തലയ്ക്ക് അടിക്കുന്നു. അപ്പോൾ നമ്മുടെ ജോസ് ആണെങ്കിൽ അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാൻ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജോസ് ആ പള്ളി പെരുന്നാളിൽ അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മുടെ ജോസും കൂട്ടുകാരൊക്കെ എത്തുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരനായി പോലീസ് എത്തുന്നുണ്ട്. നമ്മൾ ചെറിഞ്ഞാണെങ്കിൽ മയക്കൊക്കെ എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയുന്നില്ല വന്നത് ഒരു കൊട്ടേഷനാണ്, നമ്മുടെ ജോസേട്ടന് വന്നതല്ല, നമ്മുടെ ജെറിക്ക് വന്നാണ്. അവനൊരു പെണ്ണിനായിട്ട് പ്രേമത്തിലാണ് തൃശ്ശൂരിൽ. അപ്പോൾ അവർ വലിയ ആൾക്കാരാണ്, മിലിറ്ററിക്കാരും പോലീസുകാരൊക്കെയാണ്. അപ്പോൾ ഇവർ രഹസ്യമായിട്ട് കല്യാണം നടത്താൻ വേണ്ടി നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിടിച്ചത്. അപ്പോൾ അതിനുള്ള കൊട്ടേഷനാണെന്നൊക്കെ പറയും. ഇന്ദു എന്നാണ് പേര് പറയും. അപ്പോൾ ആ പോലീസുകാരനാണെങ്കിൽ നമ്മുടെ ജെറിൻ്റെ ഫോണിൽ നോക്കിയിട്ട് കുറേ ഹിന്ദുമാരും തപ്പുന്നുണ്ട്. കോൺടാക്റ്റിൽ കുറേ ഹിന്ദുമാരുണ്ട്, ഓരോരുത്തരനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശരിക്കത്തെ ഹിന്ദുവിനെ കണക്ട് ആകുന്നുണ്ട്. അതാണ് നമ്മുടെ നായിക കേട്ടോ. അങ്ങനെ ഈ ജോസേട്ടൻ പറയുന്നത്, അങ്ങനെ എൻ്റെ ചെക്കൻ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ അവൻ്റെ കല്യാണം അവിടെ നടത്തില്ല, അവളിനെ പൊക്കിയിട്ട് ഇവൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് തരും എന്ന് പറഞ്ഞിട്ട് ജോസേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ തൃശ്ശൂർ കാണിക്കുന്നു, നമ്മുടെ ഇന്ദുവിൻ്റെ അനിയത്തിനെ കാണിക്കുന്നു, അതേപോലെ നായികയായി ഇന്ദുവിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദു പറയും ജെറി വരും, ജെറി വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ജീപ്പിൻ്റെ സൗണ്ട് കേൾക്കുക. അത് നമ്മുടെ നായകനായ ജോസ് ആയിരിക്കും കേട്ടോ. ജോസ് വന്നിട്ട് പറയും ഇവിടുത്തെ കുട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്, എൻ്റെ ചെക്കനായ ജെറിയായിട്ട് ഇഷ്ടത്തിലാണ്, അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ ഇന്ദു അവൻ്റെ കൂടെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മാമന്മാരൊക്കെ തടയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ ജോസിൻ്റെ ഒരു തല്ലും വെച്ച് കൊടുക്കുന്നു. ജോസ് തിരിച്ച് അവരിനെയൊക്കെ തല്ലിയിട്ട് നമ്മുടെ ഇന്ദുവിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് കേട്ടോ. പോണ വഴിക്കൊക്കെ പറയുന്നുണ്ട് ജെറി നല്ലൊരു ചെക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ജെറിൻ്റെ വീടെത്തുന്നുണ്ട് രാത്രി. അങ്ങനെ അവിടെ പോയിട്ട് ജെറിൻ്റെ അച്ഛനെയും അമ്മനെയൊക്കെ വിളിച്ചിട്ട് എവിടെ ജെറി എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. കൂടെ ഇന്ദു ഉണ്ട് കേട്ടോ. അങ്ങനെ ജെറി വന്നിട്ട് എന്താ കാര്യം ചോദിക്കാം. അപ്പോൾ നമ്മുടെ ജോസേട്ടൻ പറയുന്നത് നീ സ്നേഹിച്ച പെണ്ണ് ഇന്ദു ഇതാന്ന് പറയും. അപ്പോൾ നമ്മുടെ ജെറി പറയും എനിക്ക് ആരാന്ന് അറിയില്ല, എനിക്ക് നല്ല ക്ഷീണം, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെറി ആണെങ്കിൽ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അതേപോലെ അവൻ്റെ അച്ഛനും അമ്മയും ജോസ് വിട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജോസിൻ്റെ കൂടെ വന്ന പിള്ളേരൊക്കെ അപ്പോൾ തന്നെ ഓടി. അങ്ങനെ നമ്മുടെ ജോസ് ആണെങ്കിൽ ഈ ഇന്ദുവിനെ കൂട്ടിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദു പറയും ഇല്ല,
ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ ജോസ് പറയും എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അവൻ്റെ അടുത്തൊന്നും പറയാതെ ഞാൻ കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പൊട്ടനെയാണല്ലോ നീ സ്നേഹിച്ചത്, അവനെ കണ്ടാൽ അറിയില്ല അവൻ ചതിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്ദു പറയും ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്നെ ചെന്നൈയിൽ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ജോസ് പോയിട്ട് നമ്മുടെ ഇന്ദുവിനെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല വിളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോസ് ആണെങ്കിൽ അമ്മച്ചിനെ വിളിക്കുന്നുണ്ട്, അവിടെ എന്തത്ര ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി പറയുന്നത് ലേറ്റ് അല്ലടാ, പോലീസുകാർ വന്നാണ്, നീ കളിച്ച് പെൺകുട്ടികളെ പൊക്കാൻ വേണ്ടി തുടങ്ങിയോ, മര്യാദയ്ക്ക് ആ കൊച്ചിനെ ആ വീട്ടിൽ കൊണ്ടുവിട്ടോ അല്ലെങ്കിൽ കേസ് മാറുമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോസിൻ്റെ അടുത്തേക്ക് ആ പോലീസുകാരൻ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കിഡ്നാപ്പ് കേസുമാണ്, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അടിച്ചത് മിലിറ്ററിക്കാരനും പോലീസുകാരനൊക്കെയാണ്. ഇപ്പോൾ കേസ് രണ്ട് തരത്തിലാണ്, നിങ്ങൾ പെട്ടെന്ന് ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ട് അയക്കി ജോസേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ജോസേട്ടൻ കുടുങ്ങുമെന്ന് പറയും. അപ്പോൾ ജോസാണെങ്കിൽ ഞാൻ അവളിനെ ചെന്നൈയിൽ ബസ് കയറ്റി വിട്ടല്ലോ പറയുമ്പോൾ വേഗം പോയി പിടിച്ച് അവളിനെ വീട്ടിൽ കൊണ്ടാക്കണം നല്ലതെന്ന് പറയും. ജോസാണെങ്കിൽ നേരെ പോയിട്ട് ആ ബസ്സിന് കുറുകെ നിന്നിട്ട് അവളുടെ അടുത്ത് പറയും ആകെ പ്രശ്നമായി, നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ബസ്സുകാരൊക്കെ നീ ആരാടോ മര്യാദയ്ക്ക് ഇറങ്ങി പോരാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജോസ് കൂടെ വന്ന ചെക്കൻ്റെ അടുത്ത് നീ വണ്ടിയും കൊണ്ട് പൊയ്ക്കോ, ഞാനൊന്ന് ചെന്നൈ വരെ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ ജോസ് ആണെങ്കിൽ ഇന്ദുവിൻ്റെ അടുത്ത് എവിടെ വർക്ക് ചെയ്യുന്നത് ചോദിക്കും. ഇന്ദു പറയും ICB ബാങ്കിലെ മാനേജറാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം ആകുന്നുണ്ട്. ജോസ് ഉറങ്ങി എണിച്ച് നോക്കുമ്പോൾ ബസ്സിൽ ആരുമില്ല, എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നായികയായി ഇന്ദുവിനെ കാണിക്കുന്ന അവളാണെങ്കിൽ ബാങ്കിലോട്ട് പോവുകയാണ്. അങ്ങനെ ബാങ്കിൽ പോകുമ്പോൾ അവിടെ ദിലീഷ് പോത്തൻ കാത്തു വെക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ പറയും മേഡം കാരണമാണ് എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ പാസ്സായത്, അപ്പോൾ എൻ്റെ പുതിയ സംരംഭം തുടങ്ങുന്നുണ്ട്, മേഡം എന്തായാലും ഉദ്ഘാടനത്തിന് വരണം എന്ന് പറയുമ്പോൾ അവനും ഓക്കെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇന്ദു. അപ്പോൾ അതിനുശേഷം ഒരു തമിഴൻ വരുന്നുണ്ട്, എൻ്റെ ലോൺ എന്തുകൊണ്ട് പാസ്സാക്കുന്നില്ല നമ്മുടെ ഒരു പാർട്ടിക്കാരനാണ്, കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. ഇന്ദു ആണെങ്കിൽ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചിട്ട് അവനെ പുറത്താക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ടർബോ ജോസ് വരുന്നുണ്ട് കേട്ടോ. കുട്ടി എന്തെന്നാലൊന്നും പറയാതെ പോയത്, ഞാൻ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. ഇന്ന് നമ്മൾ നേരെ തിരിച്ചു പോകണം, എന്നിട്ട് കുട്ടീനെ എന്നെ വീട്ടിലാക്കിയാൽ മാത്രമേ എനിക്ക് എൻ്റെ അമ്മച്ചി എന്നെ വീട്ടിൽ കയറ്റുള്ളൂ, ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ആക്കണ്ടേന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദുവും പറയും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, നിങ്ങളുടെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് വന്ന് ഞാൻ എങ്ങനെ തിരിച്ച് കയറുക, എനിക്കിവിടെ ജോലി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോസും പറയും അതെങ്ങനെ ശരിയാകും, മര്യാദയ്ക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ദു ആണെങ്കിൽ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചിട്ട് നേരെ നമ്മുടെ ജോസിനെയും പുറത്താക്കുന്നു. നമ്മുടെ ജോസ് ആണെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ ചെറിയ റൂം എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചോദിക്കുന്നുണ്ട് ചുടുവെള്ളം ഉണ്ടോ ചോദിക്കുമ്പോൾ 24 മണിക്കൂറും ചുടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോസ് പിന്നെ റിസപ്ഷനിൽ വന്നിട്ട് ചുടുവെള്ളം 24 മണിക്കൂർ ഉണ്ട് പറഞ്ഞപ്പോൾ പച്ചവെള്ളം പോലും വരുന്നില്ല, എനിക്ക് റൂം വേണ്ട, എൻ്റെ പൈസ റീഫണ്ട് താന്ന് പറയും. അപ്പോൾ അവിടുത്തെ ആളും പറയും റീഫണ്ട് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ജോസ് അവനെ തല്ലുന്നുണ്ട്. അങ്ങനെ പോലീസ് കേസായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരാണെങ്കിൽ നമ്മുടെ ഇന്ദുലേഖനെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് അവനെ അറിയുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനിക്ക് ഈ ഇവിടെ അറിയുന്ന ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണെന്ന് പറയും, നിങ്ങൾ ICB ബാങ്കിലല്ല വർക്ക് ചെയ്യുന്നത്, ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു 25,000 രൂപ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനത്തൊക്കെ ചെയ്തിട്ട് കേസും കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജോസിനെ പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ദുവും പറയും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോസ് പറയും ഞാൻ പോകാൻ വേണ്ടി നിന്നാണ്, ഞാൻ ഒന്ന് കഴിച്ചിട്ടോ കുളിച്ചിട്ട് പോലുമില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഇന്ദു ആണെങ്കിൽ ജോസിനെ കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ദുവിൻ്റെ അനിയത്തി വരുന്നുണ്ട്, ഞാൻ ചെറിച്ചനെ കണ്ടു, നിങ്ങൾ പറയാതെ പെട്ടെന്ന് വെട്ടിപ്പോയതുകൊണ്ടാണ് അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞത്, പിന്നെ അച്ഛന് നല്ല പേടിയാണ് അറ്റാക്കൊക്കെ വന്നല്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പോഴും ജ്യൂസും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കായിരിക്കും. ഇന്ദു ആണെങ്കിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ജോസ് പോകാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ജെറി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോസ് പറയും നിങ്ങൾ കാമുകന്മാരെ തമ്മിൽ സംസാരിക്കും, ഞാൻ പുറത്ത് വെക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്ദുവും പിന്നെ അതേപോലെ ജെറിയും കൂടി സംസാരിക്കുന്നുണ്ട്. ജോസേട്ടൻ വിളിച്ചാൽ നീ എങ്ങനെ പെട്ടെന്ന് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദു പറയും അതൊക്കെ ഇരിക്കട്ടെ, നിൻ്റെ ഫോണിൽ ഏതാ ഇന്ദു പമ്പിൾ അങ്ങോട്ട് കുറേ ഇന്ദുവിനെ സേവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആരാണ് പറയും. എന്നിട്ട് അവനിക്കൊരു അടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെറിയാണെങ്കിൽ ജോസേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയും എല്ലാത്തിനും കാരണം ജോസേട്ടനാണ്, ഞാൻ ജോസേട്ടന് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ജെറി അവിടെ നിന്ന് പോകുന്നുണ്ട്. ജോസ് ആണെങ്കിൽ സോറിയിട്ടാന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജോസ് ആണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനായി പോലീസിനെ വിളിക്കുന്നുണ്ട്, ഞാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജോസ് ഇങ്ങോട്ട് നീ വരണ്ടേ, വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും, 15 ദിവസം നിന്നെ റിമാൻഡിലാക്കും, ഇവിടെ നല്ല പ്രശ്നമാണ്, നീ വീട്ടിലാക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നീ കൊലപാതക ശ്രമമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ജെറിന് കാണിക്കുന്നത് ജെറി ഒരു ബാങ്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജെറി മേഡത്തിനൊക്കെ കണ്ടിട്ട് അവിടെ റൂമിൽ പോയി ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുണ്ട് ജെറിൻ്റെ കൂടെ, സിദ്ധു എന്ന പേര്. അവൾ വന്നിട്ട് പറയും നീ ആ 70 ലക്ഷം മര്യാദയ്ക്ക് ബാങ്കിക്കാൻ ഇട്ടോ എന്ന് പറയുമ്പോൾ ഏത് 70 ലക്ഷം പറയും. അപ്പം നമ്മുടെ സിദ്ധു പറയും നിൻ്റെ പാസ് കീ വെച്ചിട്ട് ഒരു 70 ലക്ഷം റുപ്യ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, നീ നാട്ടിൽ പോയ സമയത്ത് ഒരു ഫാമിലി വന്നിട്ടുണ്ട്, വിഘ്നേഷും അതിൻ്റെ കുടുംബക്കാരും അതിൻ്റെ അച്ഛൻ്റെ നിന്ന് കുറച്ച് 70 ലക്ഷം റുപ്യ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അവർക്ക് ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉള്ളത് പോലെ അവർക്ക് അറിയില്ല, 70 ലക്ഷം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട് പോയി, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നിൻ്റെ പാസ് കീ വെച്ചിട്ടാണ് അത് ഓപ്പൺ ആയിട്ടുള്ളത്, പിന്നെ അതിന് ശേഷം അവർ വന്നില്ല, ഞാൻ പിന്നെ അന്വേഷിക്കാനും പോയില്ല എന്ന് പറയും. അപ്പോൾ ജെറി ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അന്ന് രാത്രി തന്നെ സിദ്ധുവിൻ്റെ അടുത്ത് ഒരു കഫ്തീരിയിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ജെറി ആണെങ്കിൽ നമ്മുടെ സിദ്ധുവിനോട് പറയുന്നുണ്ട് എൻ്റെ പാസ് കീ ഉപയോഗിച്ച് 10 കോടി റുപ്യോളം ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്, ഈ ചെന്നൈ സിറ്റി വലിയ സിറ്റിയാണ്, ഇതിൽ അന്വേഷിച്ച് വരാൻ പറ്റാത്ത അക്കൗണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഹാക്ക് ചെയ്തിട്ട് പൈസ അവർ 100ഓളം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്
വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആരോ പിന്നീട് ഒരു മാസ്റ്റർ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെറി ആണെങ്കിൽ സിദ്ധുവിനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിൻസെൻ്റ് ആണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ കണ്ട വില്ലൻ ഉണ്ടല്ലോ വിൻസെൻ്റ്, അവനാണെങ്കിൽ ഒരു മിനിസ്റ്ററിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ പറയും എൻ്റെ കൂടെ 24 മിനിസ്റ്റേഴ്സ് ഉണ്ട്, MLA മാരുണ്ട്, അപ്പോൾ അവരിനെയൊക്കെ നിൻ്റെ ആൾക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതാണോ, ഈ അധികാരം മാറ്റാനാണോ നീ ശ്രമിക്കുന്നത്? അത് ഒരിക്കലും നടക്കില്ല, ഞങ്ങളെപ്പോഴും ജനങ്ങളുടെ കൂടെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിൻസെൻ്റ് പറയും നമുക്കെല്ലാം സംസാരിക്കാം, വെട്രവേൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വെട്രവേലാണ് നമ്മുടെ വില്ലൻ. അപ്പോൾ അവൻ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗേറ്റൊക്കെ അടയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ വെട്രവേലാണെങ്കിൽ നേരെ ഹെലികോപ്റ്റർ എടുത്ത് മാസമായിട്ട് ഒരു ബീഡിയും വലിച്ചും കൊണ്ട് നേരെ വരുന്നുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് വന്നിട്ട് അവനൊരു ബീഡി വലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള 24 MLA മാരും പേടിച്ച് വെട്രവേലിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. നിൻ്റെ എല്ലാ MLAയും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു, നീ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെട്രവേലാണെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ആ മിനിസ്റ്ററും പറയും നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം, നീ പറയുന്നതൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അവനോട് കെഞ്ചുന്നുണ്ട്. അപ്പോൾ വെട്രവേലും അവനെ വിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ന്യൂസാണ് കാണിക്കുന്നത്, ഇങ്ങനെ വെട്രവേൽ ഇങ്ങനെ എല്ലാ MLA മാരെയും കൂട്ടി പൈസയ്ക്ക് വാങ്ങിയിട്ട് അവനെ ഇവിടുത്തെ അധികാരം പിടിക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് മാത്രം എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല എന്നിട്ട് കൂടെയുള്ള ആൾ വെട്രവേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വെട്രവേൽ പറയുന്നു. അപ്പോൾ വെട്രവേൽ ഇപ്പോൾ ഉള്ളത് അവൻ്റെ മീൻ ഫാക്ടറിയിലാണ് കേട്ടോ. ഒരു തൂണ ഫിഷ് ടിന്നിലാക്കി കൊടുക്കില്ല, അതേപോലെ ഇങ്ങനെ മീനുകളിനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആ ന്യൂസ് റിപ്പോർട്ട് കൊടുത്ത ആ പെണ്ണുണ്ടല്ലോ അവളിനെയും കെട്ടിയിട്ടുണ്ട്. അവൾ അങ്ങനെ പോയിട്ട് അവളിനെ കട്ട് ചെയ്തിട്ട് ഒരു ടിന്നിലും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ കഥയും തീർത്തു. നമ്മുടെ വെട്രവേലിനെതിരെ ആര് സംസാരിച്ചാലും അവർക്ക് ഇതായിരിക്കും കേട്ടോ ഗതി. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോസിനെ ഉണ്ടോ കാണിക്കുന്നത്. ജോസ് ആണെങ്കിൽ ഇന്ദുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ദു പറയും നാട്ടിലോട്ട് പോയില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, എന്തെങ്കിലും ജോലി ഇന്ദു എനിക്ക് സെറ്റാക്കി തരുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദു ലോൺ കൊടുക്കാത്തൊരു തമിഴുണ്ടല്ലോ, അവനാണെങ്കിൽ കുറച്ച് ആൾക്കാരനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ദുവിനെ തല്ലാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ ജോസ് ആണെങ്കിൽ അവനെ തല്ലി ഓടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദിലീഷ് പോത്തനാണ്. നമ്മുടെ ഇന്ദു ആണെങ്കിൽ ദിലീഷ് പോത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഡ്രൈവറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെവനുണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ആ ദിലീഷ് പോത്തൻ പറയും എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് എനിക്കൊരു ഡ്രൈവർ വേണം, അപ്പോൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അടിക്കാം, ഓക്കെ ആണെങ്കിൽ നല്ല ശമ്പളം തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നേരെ പോകുന്നത് നമ്മുടെ കാവാലയ്യ സുനിലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഒരു പുതിയ സംരംഭവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി 25 ലക്ഷം കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ സുനിൽ പറയും ഞാൻ ഇതുവരെ ഡോണായിട്ട് നീ എന്നെ ഡോൺ എന്ന് വിളിച്ചിട്ടില്ല, അതെനിക്ക് കുറച്ച് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ റേറ്റ് കൂട്ടി, ഇനി 1 കോടി തന്നാലാ ഞാൻ അതിൽ ഇടപെടാണ്ടിരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ വന്ന അസിസ്റ്റൻ്റ് 1 കോടി ഞങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദിലീഷ് പോത്തിനെയും അതിൻ്റെ കൂടെ വന്ന അസിസ്റ്റൻറ്റിനെയും നമ്മുടെ സുനിലിൻ്റെ ആൾക്കാർ തല്ലുന്നു. അപ്പോൾ നമ്മുടെ ജോസ് പറയും ഞാൻ അതിൽ ഇടപെട്ടേ എന്ന് പറഞ്ഞിട്ട് ജോസ് ആണെങ്കിൽ വന്നിട്ട് ചുറ്റിക എടുത്തിട്ട് നമ്മുടെ സുനിലിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ നല്ല തല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നു. അതേപോലെ തന്നെ സുനിലിനും തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് പറയാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ജോസ് പോകുന്നത്. അപ്പോൾ ജോസ് ചെയ്ത പ്രവൃത്തി നമ്മുടെ ആ ദിലീഷ് പോത്തനെ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീഷ് പോത്തൻ നമ്മുടെ ജോസിന് ഒരു ഫ്ലാറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോസ് ആണെങ്കിൽ അമ്മച്ചിനെ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് ഫ്ലാറ്റൊക്കെ ഉണ്ട്, കുറച്ച് കാര്യം ഇവിടെ വന്ന് താമസിക്കാൻ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയും അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ദുവിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് പ്രശ്നത്തിലാണല്ലോ. അപ്പോൾ ജോസ് ആണെങ്കിൽ അവരിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യവും നല്ല നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജെറി ആണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി ഇന്ദുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ഇന്ദു ആണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, അവൾ വളരെ ദേഷ്യത്തിലാണ്. പിന്നെ ജോസിൻ്റെ ഫ്ലാറ്റാണ് ഇത് കാണിക്കുന്നത്. ജോസും അമ്മച്ചിയും അതേപോലെ ഇന്ദു അനിയത്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. അനിയത്തി ചോദിക്കും ജോസായിട്ട് എന്തെങ്കിലും കല്യാണം കഴിക്കാത്തവർ ചോദിക്കുന്നു കേട്ടോ. ആ ചെറുപ്പത്തൊരു കഥയാണ്. ഞാൻ 8 വയസ്സുള്ള സമയത്ത് ഞാനും അമ്മച്ചിയും വീട്ടിലുള്ളിരിക്കുകയാണ്, പുറത്താണെങ്കിൽ അച്ഛനും അനിയത്തിയും കൂടിയാണ്. പെട്ടെന്നാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ സമയത്ത് ഞാനും അമ്മച്ചി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിയില്ല. രാവിലെ എണീച്ച ആൾക്കാരൊക്കെ വന്ന് നോക്കുമ്പോൾ അനിയത്തിയും അതേപോലെ തന്നെ അച്ഛനും പോയിട്ടുണ്ട്, ഞാനും അമ്മച്ചിയും മാത്രമേ ജീവിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ മാനസികമായിട്ട് എന്തോ ഒരു ഇതുപോലെ ഉണ്ട്. അതിനുശേഷം എനിക്ക് എപ്പോഴും അമ്മച്ചി അടുത്തുണ്ടെങ്കിൽ ഉറക്കം വരുള്ളൂ. പിന്നെ ഞാൻ അതൊന്നും നോക്കാമെന്നില്ല, ഞങ്ങൾ അങ്ങനെ പോയി തുടങ്ങി മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജെറിയും സിദ്ധു ആണെങ്കിൽ കുറേ ആൾക്കാരിനൊക്കെ പോയി കാണുന്നുണ്ട് കേട്ടോ. അവൻ്റെ അക്കൗണ്ടിലൊക്കെ നിറയെ പൈസ ഉണ്ട്, പക്ഷേ അവർക്കൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ആധാർ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വെട്രവേലിൻ്റെ അവിടെ ഒരു കമ്പനി ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആധാരം കാര്യങ്ങളൊക്കെ കൊടുത്താലും അവിടെ ജോലി തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ എല്ലാ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ശേഖരിക്കും. പിന്നെ നമ്മുടെ ഈ ജെറി ആണെങ്കിൽ നേരെ പോയിട്ട് അവൻ്റെ മേഡത്തിന് പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കുറേ അധികം ഫണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം ആരാണെന്നറിയോ, നമ്മുടെ വെട്രവേൽ ഒരുത്തനാണ്. അപ്പോൾ അവനാണ് ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ട് ആൾക്കാരിൽ നിന്നൊക്കെ പൈസ എടുക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ മേഡം പറയും നമുക്കിത് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മുടെ ജെറി പറയും നമ്മുടെ വെട്രവേലിൻ്റെ മെയിൻ അക്കൗണ്ടൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാങ്കിലാണ് ഉള്ളത്, അപ്പോൾ ഞാൻ അവരിനെ ഒന്ന് അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറയും. പിന്നെ വെട്രവേലാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ വന്നിട്ട് ഒരു പെണ്ണിനോട് പറയും എൻ്റെ അടുത്ത് പറഞ്ഞില്ല ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെസ്സേജ് ഓഫാക്കി വയ്ക്കാൻ, പിന്നെ എന്താ ഓഫാക്കിയില്ല വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും സോറി എന്ന് പറയുമ്പോൾ വെട്രവേൽ അവളിനെ കൊന്നു കളയുന്നു. നമ്മുടെ ജെറിൻ്റെ മേഡം ഉണ്ടല്ലോ വെട്രവേൽ
വെട്രിവേലിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ വെട്രിവേൽ അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ജെറി എന്ന് പറയും. അപ്പോൾ ജെറിയാണെങ്കിൽ നേരെ ഇന്ദുവിനെ കാണാൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്താ ഇന്ദു ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ജെറിയാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് നേരെ നമ്മുടെ ജോസിനെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഇന്ദുവിനോട് സംസാരിക്കണം, ഞാൻ പോയി അവൾ സംസാരിക്കില്ല, ജോസേട്ടനും കൂടി വരണം എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രി പോകാം, നീ എൻ്റെ ഫ്ലാറ്റിൽ പെക്കോ എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടാവട്ടെ, നമ്മുടെ ജെറിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. ജെറി അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോസിനാണ് കാണിക്കുന്നത്. ജോസ് ആണെങ്കിൽ നേരെ ഫ്ലാറ്റിലോട്ട് വരികയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ കാവാലയ സുനിലുണ്ടല്ലോ, അവൻ്റെ അടുക്കാരുമായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ ജോസിന് തല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. ജോസ് അവിടെ രണ്ടുള്ള ആൾക്കാരിന് നല്ല തല്ല് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതെൻ്റെ ഫ്ലാറ്റിൽ എന്തെങ്കിലും സംഭവം പൊട്ടിച്ചു പറഞ്ഞ് ഞാൻ സുനിലെ നിന്നെയാണ് തല്ലുക എന്ന് പറഞ്ഞിട്ട് സുനിൽ നല്ല തല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുനിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും അമ്മച്ചി വരുന്നുണ്ട്. അമ്മച്ചി പറഞ്ഞ് ഞാൻ നടക്കാൻ പോയത്, അവരൊക്കെ ആരാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ടൈൽസൊക്കെ അളവ് നോക്കാൻ വേണ്ടി വന്നാണ്, ഇവർ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോസ് ആണെങ്കിൽ നേരെ പോയിട്ട് ഒരു റൂം തുറന്നതും നമ്മൾ കാണുന്നത് നമ്മുടെ ജെറി ഉണ്ടല്ലോ ആ ഫാനിൽ തൂങ്ങിക്കിടക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ട് ഇവർ രണ്ടുപേരും നെട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച നമ്മുടെ സിനിമയുടെ ഇൻ്റർവെൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത് മോർച്ചറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോസും അതേപോലെ തന്നെ ഇന്ദുവും നമ്മുടെ ജെറിൻ്റെ വീട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോലീസുകാരും പറയും ഇത് സൂസൈഡാണ്, അവനിക്ക് പ്രണയ വിരാഹം കൊണ്ട് അവൻ ചെയ്തതാണെന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജെറിൻ്റെ അച്ഛൻ വന്നിട്ട് പറയും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണമായിരുന്നു, അവൻ എന്നെ പിടിച്ചിട്ടാണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജെറിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് വിഷമിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ രാത്രിയാണെങ്കിൽ നമ്മുടെ ജോസും ഇന്ദുവും അതേപോലെ തന്നെ അമ്മച്ചയ്ക്ക് വിഷമിച്ചിട്ടിരിക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വെട്രിവേലിനെയാണ്. ആ വെട്രിവേലിൻ്റെ കൂടെ ഒരു പാർട്ടിയിൽ ഒരാളുണ്ട്. അവർ 24 MLA മാറ്റി വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത CM ആകാനാണ് അവരുടെ പ്ലാന്. അപ്പോൾ എന്തും അവർക്ക് ചെയ്യാമല്ലോ, അതുകൊണ്ട് തന്നെ അപ്പോൾ അയാളെ കണ്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ വിൻസെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. വിൻസെൻറ്റ് വന്നിട്ട് നമ്മുടെ വെട്രിവേലിനോട് പറയും നമ്മുടെ ജെറി മരിക്കുന്നതിന് മുമ്പ് ഒരാളെ കണ്ടിട്ടുണ്ട്, അപ്പോൾ അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഇന്ദുവിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെട്രിവേൽ പറയുന്നുണ്ട് അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഇന്ദു ആണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ അവളുടെ കാർഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റി നോക്കുമ്പോൾ അത് ലോഗിൻ ആവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും നിന്നെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അവരൊന്നും പറയില്ല, നിങ്ങൾ ഈ ബാങ്ക് വിട്ട് വെളിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദുവിനെ പുറത്താക്കുന്നുണ്ട്. ഇന്ദു ആണെങ്കിൽ ബസ്സിൽ കയറിയിട്ട് അനിയത്തിനെ വിളിക്കുന്നുണ്ട്, എന്നെ പുറത്താക്കി എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ ജോസിനെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ജോസിനെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വില്ലന്മാർ വന്നിട്ട് ബസ്സിൽ കയറുന്നുണ്ട്. ആ ബസ്സിലുള്ള എല്ലാവരെയും പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ നമ്മുടെ ഇന്ദു മാത്രമാണ്. അങ്ങനെ ഇന്ദുവിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബസ്സാണെങ്കിൽ മൂവിങ് ആണ് കേട്ടോ. പെട്ടെന്ന് ഫ്രണ്ടിലൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ആരുടെ വണ്ടിയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ജോസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ജോസ് ആണെങ്കിൽ വന്നിട്ട് നമ്മുടെ ആ വണ്ടിയിലുള്ള എല്ലാവർക്കും നല്ല തല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ ഇന്ദുവിനെ നമ്മുടെ ജോസ് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ റൂമിൽ പോയിട്ട് നമ്മുടെ ജോസ് ചോദിക്കും ഇതൊക്കെ ആരാണെന്ന് പറഞ്ഞിട്ട് ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ നടക്കണമെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇന്ദുവും പറയും എനിക്കൊന്നും അറിയില്ല, എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്ദുവും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ ഫ്ലാറ്റിലേക്ക് നമ്മളെ ജെറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സിദ്ധു വരുന്നത്. സിദ്ധു വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജെറി മരിച്ചത് കൊലപാതകമാണെന്ന് പറയും. അപ്പോൾ എങ്ങനെ കാരണം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ വെട്രിവേൽ എന്നൊരാൾ ഇങ്ങനെ ഈ പാവപ്പെട്ട ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ തട്ടിപ്പ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജെറി കണ്ടെടുത്തിട്ടുണ്ട്. ജെറി ആണെങ്കിൽ മാഡത്തിന് ഇൻഫോം ചെയ്തു. എന്നാൽ മാഡം പോലും നമ്മുടെ വെട്രിവേലിൻ്റെ ആളാണ്. പിന്നെ ഇയാളുടെ ഫുൾ ബാങ്കിൻ്റെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കേസും കാര്യങ്ങളായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ബാങ്ക് സീസാവും, നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങളെ ബാധിക്കും, അതുകൊണ്ടാണ് ജെറി നിങ്ങളെ കാണാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പിന്നെ അവനെ കൊന്നത് വെട്രിവേലിൻ്റെ ആൾക്കാരാണ്. അന്ന് നമ്മുടെ ജെറി ആണെങ്കിൽ നമ്മുടെ ജോസിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആരോ കോണിംഗ് ബില്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ വെട്രിവേലിൻ്റെ വിൻസെൻ്റ് ആൾക്കാരാണ്. അവർ വന്നിട്ട് നമ്മുടെ ജെറിനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈവിൽ ഇതെല്ലാം കണ്ടാണ്, അവർ എന്നെയും കണ്ടാണ്. ജെറി അവസാനമായിട്ട് ആ ഫയലിലെ എല്ലാ ഡോക്യുമെൻറ്റും എന്നെ ഇന്ദുവിനെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിന് ആ ഫയലും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ സിദ്ധു പറയും ഞാൻ ഇന്ന് തന്നെ ജോലി റിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ ദുബായിലേക്ക് പോകുകയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധു ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ദിലീഷ് പോത്തനാണെങ്കിൽ നമ്മുടെ ജോസിനെ ഫോൺ വിളിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇന്ദുവിൻ്റെ പണി പോകാൻ കാരണം വെട്രിവേലാണ്. അയാൾ ഇതിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരണം കാണാതെ അയാൾ നിൽക്കില്ല, നിങ്ങൾ പെട്ടെന്ന് നിന്ന് രക്ഷപ്പെട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോസും പറയുന്നു ബാ റെഡിയാകും, നമുക്ക് വേഗം ഇവിടെ നാട് പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ദു പറയും ഞാൻ പോകില്ല, എല്ലാ തെളിവും നമുക്കുണ്ട്, നമുക്ക് ഈ വെട്രിവേലിനെതിരെ ഞാൻ കേസ് കൊടുക്കും, ഒരാളത് സത്യസന്ധമായ ഒരു പോലീസെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇന്ദു ആണെങ്കിൽ ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ ഫയലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ പറയും ഉള്ളി ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും അയാളോട് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്ദുവും ജോസും പോയിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെട്രിവേൽ അതിന് കാരണം വേണ്ടി തെളിവും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ആ പോലീസുകാരൻ പറയും നീയും ഇവനും കൂടി ചേർന്നിട്ട് നിൻ്റെ ആ കാമുകനെ കൊന്നതല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആ പോലീസ് ഓഫീസർ വരിക, ആ നിർത്തുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ദുവിന് സന്തോഷമാവുന്നുണ്ട്. അവൻ്റെ കൂടെ നമ്മുടെ വെട്രിവേലുണ്ടാകും. ഇത് കാണുമ്പോൾ
ഇന്ദു പേടിക്കുന്നുണ്ട് കേട്ടോ. വെട്രിവേൽ നേരെ വന്നിട്ട് പറയും നമ്മുടെ ജോസിനോട്, നീ ഒരു മണ്ടനാണല്ലോ, എനിക്കൊരു അവസരം കിട്ടിയില്ല ചാടാൻ വേണ്ടിയിട്ട്, ഈ പെണ്ണിൻ്റെ കൂട്ടം കെട്ടിട്ട് നീ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകില്ല, ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരോട് എല്ലാവരെയും തീർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവർ കുറച്ച് വില്ലനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് പോലീസുകാരുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എല്ലാവരും നമ്മുടെ ഇന്ദുവിനെ പിടിക്കാനും ജോസിനെ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. ജോസ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പോലീസുകാരനെയും അവിടെയുള്ള വില്ലന്മാരിനെയൊക്കെ നല്ല തല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ജോസും ഇന്ദുവും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. ശേഷം അവർ പോലീസിലെ ഒരാളാണെങ്കിൽ നേരെ നമ്മുടെ വെട്രിവേലിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇന്ദുവും അതേപോലെ തന്നെ ജോസും രക്ഷപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അവനിക്ക് അത് ഷോക്കാവുന്നു. അവൻ നേരെ വിൻസെൻ്റ് ആൾക്കാരനെയൊക്കെ വിളിച്ചിട്ട് പറയുന്നു ഇന്ദുവിൻ്റെ അനിയത്തിയെയും അതേപോലെ തന്നെ നമ്മുടെ ജോസിൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മനെയും പോയി പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ വിൻസെൻറ്റും കൂട്ടുകാരും കൂടി നേരെ പോയിട്ട് നമ്മുടെ ജോസിൻ്റെ അമ്മനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. അതേപോലെ തന്നെ ഇന്ദുവിൻ്റെ അനിയത്തിനെ പിടിക്കാൻ കുറച്ച് ആൾക്കാരും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ജോസ് ആണെങ്കിൽ അമ്മച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലാറ്റിൽ ഈ ഫ്രൈ പാനിൽ നേരെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ അവർ ഉരുക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മച്ചിയാണെങ്കിൽ പുറത്തും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിൻസെൻറ്റും അവൻ്റെ ആൾക്കാരും കൂടി അമ്മച്ചിനെ പിടിക്കാൻ വരുമ്പോൾ അവിടെ പെട്ടെന്ന് തീ ഉണ്ടായിട്ട് അങ്ങനെ ഫ്ലാറ്റ് മൊത്തം തീയാവുന്നു. അപ്പോൾ എല്ലാ ഫാമിലിയും ആ ഫ്ലാറ്റിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മച്ചി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ദുവിൻ്റെ അനിയത്തിനെ പിടിക്കാൻ പോയി അവർ അവിടെ വീട് തുറന്ന് കാണുമ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ കാവാലയ സുനിലിനെയാണ്. അപ്പോൾ അവർ അണ്ണൻ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിനെ തപ്പി വന്നാണ് പറയുമ്പോൾ കാവാലയ സുനിൽ ഇവിടെ ആരുമില്ല എന്ന് പറയും. അപ്പോൾ ആ റോഡ് ആണെങ്കിൽ തിരിച്ചു കൊണ്ടോ. ശേഷം നമ്മുടെ കാവാലയ സുനിലാണെങ്കിൽ നേരെ പോകുന്നത് ജോസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജോസ് പറയും അപ്പോൾ എല്ലാവരുടെയും പോലീസാണ്, ഞങ്ങൾക്ക് നാട് അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടെയ്നർ റെഡിയാക്കിയിട്ടുണ്ട്. അത് നേരെ ശ്രീലങ്ക വഴി കേരളത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോയാൽ മതി പറഞ്ഞിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ ജോസിനെ ആണെങ്കിൽ നമ്മുടെ വെട്രിവേൽ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും രക്ഷപ്പെട്ടോ, എനിക്ക് ഇന്ദുവിനെ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും ഞാൻ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ അവനെ തെറി പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ വെട്രി ആണെങ്കിലും നമ്മുടെ കാവാലയ സുനിലിനെ പിടിച്ചിട്ട് എവിടെ ജോസും കുടുംബമൊക്കെ എവിടെ കൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോസ് ആണെങ്കിൽ മണിമണിയായിട്ട് എല്ലാ ഉത്തരവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വെട്രിയിലാണെങ്കിൽ അവൻ്റെ ആൾക്കാരനെയൊക്കെ കൊണ്ടുപോയിട്ട് ആ കണ്ടെയ്നറിൻ്റെ അവിടെ പോയി നിൽക്കാൻ പറയുന്നുണ്ട്. അവർ വന്ന ഉടനെ ഷൂട്ട് ചെയ്യാനും വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ജോസ് ആണെങ്കിൽ കണ്ടെയ്നറിന് അങ്ങോട്ട് പോകുന്നില്ല. ജോസിന് പകരം കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഈ വണ്ടിയും കൊണ്ട് കണ്ടെയ്നറിൻ്റെ ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി ജോസ് ഏർപ്പാടാക്കും. അവിടെ പോകുമ്പോൾ ഈ ജോസ് ഏർപ്പാടാക്കിയ ആൾക്കാരായിരിക്കും നമ്മുടെ വെട്രിവേലിൻ്റെ ആ കഴിയിൽ കുടുങ്ങുക. അപ്പോൾ ഇവരെല്ലാന്ന് മനസ്സിലായ വെട്രിവേലാണ് ഇനി എന്ത് ചെയ്യുന്നുണ്ട് ആലോചിക്കായിരിക്കും കേട്ടോ. പിന്നെ കാണിക്കുന്ന ആ പോലീസുകാരനാണ് കേട്ടോ. ഇവർ നമ്മുടെ ഇന്ദുവിനെ പറ്റിച്ചില്ല ആ പോലീസുകാരൻ്റെ വീട്ടിലോട്ടാണെങ്കിൽ നമ്മുടെ ജോസ് വരുന്നുണ്ട്. ജോസ് വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇവിടുന്ന് കേരളത്തിലേക്ക് പോകണം, അപ്പോൾ അതിന് നിൻ്റെ സഹായം കാര്യങ്ങളൊക്കെ വേണം, നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിക്കോ. നിങ്ങൾ റെഡി ആകുമ്പോൾ എവിടെയും ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, നിങ്ങളുടെ വണ്ടി തന്നെ നമുക്ക് എല്ലാവരും രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഗൺ പോയിന്റും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ജോസും അതേപോലെ തന്നെ ഇന്ദുവും അമ്മച്ചിയും അതേപോലെ തന്നെ നമ്മുടെ കുട്ടി അനുജത്തി ഉണ്ടല്ലോ അവരെല്ലാം കൂടി വണ്ടി കയറിയിട്ട് പോകുന്നുണ്ട്. ജോസും അതായത് ഇന്ദു മാത്രം ബാക്കിൽ ടിക്കിൽ ഒളിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഈ പോലീസുകാരനായതുകൊണ്ട് ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ജോസിന് അറിയാം. അങ്ങനെ ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ പോലീസുകാരനെ കണ്ടിട്ട് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടുത്ത് നിന്നുണ്ട് കേട്ടോ. സാറെന്താ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ കേരളത്തിലേക്ക് പോവുകയാണ്, എൻ്റെ അമ്മച്ചി അനിയത്തിയും വന്നിട്ടുണ്ടെന്ന് കുത്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി, ഈ സാറിന് അമ്മച്ചിയും അനിയത്തിയൊന്നും ഇല്ലയെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജോസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഈ വണ്ടിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കിയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ജോസ് ആണെങ്കിൽ ഒരു ഗണ്ണ് എടുത്തിട്ട് ആ വണ്ടിയിലെ ടയറിന് രണ്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാറ് നിങ്ങൾ സിഗ്നൽ കൊടുക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായി, മര്യാദയ്ക്ക് വണ്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വണ്ടി എടുത്ത് പോകുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ കുടുംബത്തിനെ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് ജോസ് ആണെങ്കിൽ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരനാണെങ്കിൽ അവൻ്റെ ഫോണാണെങ്കിൽ ആ വണ്ടി കിടന്നുണ്ട്. ശേഷം നേരെ പോലീസുകാരൻ പോകുന്നത് നേരെ വെട്രിവേലിനെ വിളിക്കുന്നു. എൻ്റെ ഫോൺ അവിടെ അവൻ വണ്ടിയിലിട്ടിട്ടുണ്ട്, അവരെവിടെ പോകുന്നുള്ള ലൊക്കേഷൻ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിഗ്നലിൽ നോക്കിയിട്ട് വെട്രിവേലാണെങ്കിൽ ആൾക്കാരനൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ വണ്ടിക്ക് നേരെ ഈ വെട്രിവേലിൻ്റെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ബൈക്കിലും അതേപോലെ ലോറിയിലും വണ്ടിയിലൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമ്മുടെ ജോസ് ആണെങ്കിൽ നല്ല ഡ്രൈവറും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ജോസ് അവരിനെയൊക്കെ വെട്ടിക്കുകയും ചെയ്യുന്നു. അതേപോലെ ജോസ് അവരിന് വണ്ടി അടിച്ചിട്ട് അതിനെല്ലാം തെറിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോസ് ആണെങ്കിൽ സാഹസികമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ശേഷം ദിലീഷ് പോത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദിലീഷ് പോത്തിനാണെങ്കിൽ അവിടെ ഞാൻ ലോറി നിർത്തിയിട്ടുണ്ട്, ആ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജോസും കൂട്ടുകാരും കൂടെ എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലോറി വന്ന് ജോസിൻ്റെ വണ്ടിക്ക് ഇടിക്കുന്നുണ്ട്. അങ്ങനെ ജോസിൻ്റെ വണ്ടി ഒരു സൈഡ് ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ ഫയർ ആകാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് നമ്മുടെ ഇന്ദുവിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ജോസ് ആണെങ്കിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും ദിലീഷ് പോത്തനും വരുന്നുണ്ട്. എന്ത് പറ്റി പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ദുവിനെ കൊണ്ടുപോയി നീ വണ്ടി ഇതാന്ന് പറഞ്ഞിട്ട് ജോസ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ദിലീഷ് പോത്തിൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മുടെ ജോസ് ആണെങ്കിൽ അവരുടെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ശേഷം വെട്രിവേലിനെ കാണിക്കുന്ന MLA-കാർക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അവർക്ക് പെട്ടെന്ന് നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്ദുവിനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെട്രിവേലാണെങ്കിൽ അവിടേക്ക് പോകുന്നുണ്ട്. ഇന്ദുവിനെ അവിടെ തല്ലിയിട്ട് അവിടെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെട്രിവേലും നമ്മുടെ ഇന്ദുവിനെ തല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജോസിനെ ഫോൺ വിളിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഇന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി വരികയെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട്
പറയും. അപ്പോൾ നിൻ്റെ അമ്മച്ചനെ നീ രക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോസും പറയും എൻ്റെ അമ്മച്ചനെയൊക്കെ ഞാൻ ഓൾറെഡി രക്ഷിച്ചു, നമ്മുടെ ദിലീഷ് പോത്തൻ്റെ സാറുണ്ടല്ലോ എൻ്റെ വീട്ടിലാണ്, അവിടെ ഞങ്ങളിപ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ട് അമ്മച്ചനെ ഞാൻ ഇടുക്കിക്ക് ഞാൻ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെട്രിവേൽ പറയുക പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, നിൻ്റെ ദിലീഷ് പോത്തൻ സാറുണ്ടല്ലോ അവിടെ വെച്ച് എന്നെ വിളിച്ചു, എൻ്റെ ആൾക്കാർ അവിടെ എല്ലാം വളഞ്ഞിരിക്കുകയാണെന്ന് പറയും. എനിക്കിപ്പോൾ 2 ചോയ്സേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ നിൻ്റെ അമ്മച്ചനെ പോയി രക്ഷിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവളെ രക്ഷിക്കാം, ആരെങ്കിലും ഒരാളിനെ എനിക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെട്രിവേലാണെങ്കിൽ ഇന്ദുവിനെ വീണ്ടും തല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. അവളെ ഈ മീൻ കെട്ടുന്നുണ്ടല്ലോ അതേപോലെ കെട്ടിയിട്ട് അവളെ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ അവൾ പറയും ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്താണ് പ്ലാൻ ബി പറഞ്ഞ് ചോദിക്കുമ്പോൾ നിന്നെ തപ്പിയിട്ട് ഈ ഇപ്പോൾ ഇവിടെ CM നോക്കുന്നുണ്ടല്ലോ, ഈ MLA മാരനല്ലേ നീ കടത്തിയത്, അപ്പോൾ എനിക്കെതിരെയുള്ള എല്ലാ തെളിവും ഇപ്പം നമ്മുടെ ജോസ് ആണെങ്കിൽ CMനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, നീ ഒളിപ്പിച്ച് വെച്ച എല്ലാ MLA മാരെയും പോലീസ് കണ്ടെത്തി നിന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോസ് ആണെങ്കിൽ വണ്ടി എടുത്തിട്ട് അത് പൊളിച്ചിട്ട് ഇവർ ഫാക്ടറിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെട്രിവേലാണെങ്കിൽ ഇന്ദുവിനെ കട്ട് ചെയ്യുന്ന വിഷയങ്ങളുണ്ടല്ലോ അങ്ങോട്ട് അയക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ജോസ് അത് തടുത്ത് നിർത്തുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാർക്ക് നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെട്രിവേൽ പറയും അപ്പം എനിക്ക് നിൻ്റെ അമ്മനെ രക്ഷിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ എനിക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു സാറേ, ഞാൻ അവിടെ ഇപ്പോൾ ദിലീഷ് പോത്ത് നിങ്ങൾക്ക് വിളിച്ചല്ലോ, അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ വിളിച്ചത്, അപ്പം നിൻ്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുമല്ലോ, അപ്പം നിൻ്റെ എല്ലാ ആൾക്കാരെയും അവിടെ അറസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ എന്ന് പറയും. അപ്പോൾ ഇനി എന്താ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് തല്ലി തീർക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെട്രിവേലിന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിനെയും നമ്മുടെ ജോസ് നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്, ജോസിന് നല്ല വെട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വിൻസെൻറ്റും വരുന്നുണ്ട്, വിൻസെൻറ്റിന് നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് ജോസ്. എന്നിട്ട് വിൻസെൻറ്റിൻ്റെ കഴുത്തിൽ നമ്മുടെ ജോസ് ആണെങ്കിൽ ഒരു കുരുക്കിടുന്നുണ്ട്, എന്നിട്ട് അവളെ കെട്ടി തൂക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിൻസെൻ്റാണ് നമ്മുടെ ജെറിനെ കൊന്നത്, അപ്പോൾ ആ പക അവിടെ തീർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടാവുന്നത് നോക്കുമ്പോൾ നമ്മുടെ വെട്രിവേലും കുറച്ച് ആൾക്കാർ മാർഷൽ ആർട്സ് പഠിച്ച കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അവർ വരുന്നുണ്ട്. അവർ വന്നിട്ട് ജോസിന് നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ജോസ് പറയും ഇത് ഇനിയും കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജോസ് പെട്ടെന്ന് ഒരു ചെറിയ ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ അതെടുത്തിട്ട് ആ മാർഷൽ ആർട്സ് പഠിച്ച എല്ലാവർക്കും ഉണ്ടല്ലോ നല്ല തല്ല് വെച്ച് കൊടുക്കുന്നു. പിന്നെ വെട്രിവേലാണുള്ളത്, വെട്രിവേലിൽ നിന്ന് നമ്മുടെ ജോസിന് കിട്ടുന്നുണ്ടെങ്കിലും ജോസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെട്രിവേലിനെ ഒരു സൈഡ് ആക്കുന്നുണ്ട്. പിന്നെ ജോസ് പറയും ഞങ്ങളുടെ ക്രിസ്ത്യാനികളിൽ ഒരിക്കൽ ക്ഷമിക്കണം എന്നാണ് പറയുന്നത്, പക്ഷേ എനിക്ക് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെട്രിവേലിനാണെങ്കിൽ കട്ടിങ് മെഷീൻ ഉണ്ടല്ലോ ആ ഫിഷ് കട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. അങ്ങനെ വെട്രിവേല് 2 തുണ്ടായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തൂണ ഫിഷിൻ്റെ ക്യാനിലുണ്ടല്ലോ അങ്ങനെ വന്ന് വരുന്നുണ്ട്. നമ്മുടെ ജോസും അവിടെ ഇന്ദുവും കൂടി അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. ജോസും ഇന്ദുവും അവൻ്റെ അമ്മച്ചിയും അനിയത്തിയും അതുപോലെ ആ പള്ളിയിലെ അച്ഛനും എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കും, ഈ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഇവൻ്റെ വാതിലിൽ വന്നിട്ട് ആരോ കോണിംഗ് ബില്ലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഇവരെന്താണെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി നോക്കുന്നുണ്ട്. പുറത്താകുമ്പോൾ ചെറിയൊരു പാർസൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമ്മുടെ ജോസ് നോക്കുമ്പോഴാണ് അവർ ഞെട്ടിക്കുന്നത്. അത് ദിലീഷ് പോത്തൻ്റെ തലയായിരുന്നു, അതിലൊരു കത്തുണ്ട്. കത്ത് എന്താണെന്ന് പറഞ്ഞ് വായിച്ച് നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് നീ ഒരു കടലിൽ ഒരു ചെറിയ മീനിനെ മാത്രം നീ പിടിച്ചിട്ടുള്ളൂ, നീ ഇനി സ്രാവിനെ കണ്ടതില്ല, നീ പെട്ടെന്ന് തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഒരു കത്താണ് എഴുതിയിരിക്കുന്നത്. അവിടെ കുറച്ച് വണ്ടിയിൽ ആൾക്കാരും വന്നിട്ടുണ്ട്, ആൾക്കാരാണെങ്കിൽ തിരിച്ചും പോകുന്നുണ്ട്. അത് നമ്മുടെ വിജയ് സേതുപതിൻ്റെ സൗണ്ടിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വാർ എന്ന് പറയുന്നത് ടെർബോ ജോസും നമ്മുടെ വിജയ് സേതുപതിയും തമ്മിലുള്ള വാറായിരിക്കും. അപ്പോൾ ഇത്രയും കാണിച്ചിട്ടാണ് നമ്മുടെ ടെർബോ എന്ന സിനിമ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.